നമ്മൾ ആദ്യം ഓട്ടോകാഡിൽ ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്ക് MEP സർവീസസ് വരയ്ക്കുന്നത് നമ്മൾ ആർക്കിടെക്ചറൽ ഫയലിൻ്റെ ഉള്ളിലിരിക്കും. ആർക്കിടെക്ചറൽ ഫയൽ MEP പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നത് XREF ഫയൽ എന്നാണ്. XREF ഫയലിൽ നമ്മൾ സാധാ ഡ്രോയിങ് ഓപ്പൺ ചെയ്ത് ഇൻസർട്ട് ചെയ്യുന്നത് പോലെയല്ല ഇടുന്നത്. അതിന് പകരം നമ്മൾ യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം XYZ പ്ലെയിനിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു പുതിയ ഫ്രഷ് ഡ്രോയിങ് എടുക്കാം. Ctrl+N, ഒരു ഫ്രഷ് പേജ് വന്നു. അതിൽ എക്കാഡ് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ആദ്യം ചെയ്യേണ്ട പരിപാടി, നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് പ്രോപ്പർട്ടീസ് ടാബ്. അതിൻ്റെ അകത്താണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ലൈൻസിൻ്റെ ഈ കാണുന്ന ലൈന്, സർക്കിൾ, പോളി ലൈന്, ആർക്ക്, റെക്റ്റാങ്കിൾ എല്ലാത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി എസ്കേപ്പ് അടിച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ XY പ്ലെയിൻ. XYZ പ്ലെയിനാണ്. Z കാണാൻ പറ്റില്ല, നമ്മളിത് 2Dയിലാണ് വരയ്ക്കുന്നതുകൊണ്ട് Z പ്ലെയിൻ കാണാൻ പറ്റില്ല. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. UN അടിക്കുക, എൻ്റർ കൊടുക്കുക. യൂണിറ്റ്സിൻ്റെ ബോക്സ് തെളിഞ്ഞു വരും. അതിൽ ആദ്യം ചെയ്യേണ്ടത് യൂണിറ്റ് സെറ്റ് ചെയ്യുക. ടൈപ്പ് ഡെസിമൽ, പ്രിസിഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസിന് ശേഷം 0 കഴിഞ്ഞ് എത്ര ഡെസിമൽ പോയിൻ്റ് വേണം അത് 0.00 നോർമലി അങ്ങനെ കൊടുക്കുക. ഒരുവിധപ്പെട്ട മിക്കതും നമുക്ക് mm-ലായിരിക്കും യൂണിറ്റ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് മില്ലിമീറ്റേഴ്സ് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചസിലും ഫീറ്റിലും ഒക്കെ ഇട്ട് ചെയ്യേണ്ട സൈസ് ഡ്രോയിങ്ങും ഉണ്ട്. നോർമലി മില്ലിമീറ്ററാണ്, അതുകൊണ്ട് മില്ലിമീറ്റർ കൊടുക്കുന്നു. പിന്നെ ലൈറ്റിംഗ് യൂണിറ്റ്സൊക്കെ അത് തന്നെയാണ്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ യൂണിറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതാണ്, നമുക്ക് MEP സർവീസസ് വരയ്ക്കാൻ വേണ്ടി ആർക്കിടെക്ചറൽ ഫയൽ നമ്മളിതിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആർക്കിടെക്ചറൽ ഫയൽ ഓപ്പൺ ചെയ്യല്ല വേണ്ട. അതിന് പകരം ഈ UCS, ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യാണ് വേണ്ട. അപ്പോൾ ബേസ് കറക്റ്റഡ് ആയിരിക്കണം, 000 നമ്മുടെ ആർക്കിടെക്ചറൽ ഫയൽ വന്ന് കിടക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നിൽ XA എന്ന് അടിക്കുക, XA എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആർക്കിടെക്ചറൽ ഫയൽ കൊണ്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ കണ്ട ഈ പറയുന്ന പോലെ സ്പെസിഫൈ ഓൺ സ്ക്രീൻ, അതുപോലെ ഇൻസർഷൻ പോയിൻ്റും ഉണ്ട്. സ്പെസിഫൈ ഓൺ സ്ക്രീൻ X0, Y0, Z0. സ്പെസിഫൈ ഓൺ സ്ക്രീൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യാം. സ്പെസിഫൈ ഓൺ സ്ക്രീന് രണ്ടും അൺചെക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ കറക്റ്റ് ബേസ് പോയിൻ്റ് ആയിട്ടുള്ള 000 തന്നെ അത് അറ്റാച്ച് ആയിക്കോളും. ആ അറ്റാച്ച് ചെയ്യുന്ന XREF ഡ്രോയിങ്ങിനകത്താണ് നമ്മുടെ MEP സർവീസസ് എല്ലാം വരയ്ക്കേണ്ടത്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് 000 ആ XREF ഫയൽ വന്ന് അറ്റാച്ച് ആയിരിക്കുന്നത്. ചെക്ക് ചെയ്യണമെങ്കിൽ ബേസ് എന്ന് പറഞ്ഞ കമാൻഡ് അടിക്കുക, BASE, എൻ്റർ. അപ്പോൾ താഴെ കാണാം 000 നമ്മുടെ ഡ്രോയിങ് പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് ഇൻസർഷൻ ബേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, INS ബേസ്. ആ കമാൻഡ് കൂടെ നമ്മൾ അടിച്ചു നോക്കാം. ഇൻസർഷൻ ബേസ് 000 ആയിരിക്കും. INS ബേസ് 000 എന്നാണ് കാണിച്ചിരിക്കുന്നത്. താങ്ക് യു ഫ്രണ്ട്സ്.